ഇന്ന് നമുക്കൊപ്പം ഈ ഓണക്കാലത്ത് ഈ ദിവസം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബാണ്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇപ്പം സർക്കാർ ആരംഭിച്ച സപ്ലൈകോ ഓണച്ചന്തകൾക്ക് ഓണവിപണിക്കൊക്കെ നല്ല പ്രതികരണം ലഭിക്കുന്നു. മാത്രമല്ല ഓണക്കിറ്റിലെ വിഭവങ്ങളെക്കുറിച്ചും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതും പൊതുസമൂഹത്തിൽ നിന്ന് അഭിപ്രായം ഉയരുകയാണ്. അപ്പം വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ഓണത്തിൽ ഈ കിറ്റിലെ വിഭവങ്ങളെക്കുറിച്ചൊക്കെ മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അതിനായിരുന്നു ഞങ്ങൾ ഏറ്റവും പ്രഥമ പരിഗണന നൽകിയത്. അതിനോട് അനുബന്ധമായി തന്നെ അതിൻ്റെ ക്വാളിറ്റിയും നിലനിർത്തി കൊടുക്കുക. ഞാൻ എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങുകളിൽ സപ്ലൈകോയിൽ പറഞ്ഞ 2 വിഷയങ്ങൾ ഇത് തന്നെയായിരുന്നു. അതനുസൃതമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പറഞ്ഞ പോലെ സപ്ലൈകോയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും. പക്ഷേ ഓണക്കാലത്ത് അത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ല. ഇതിൻ്റെ മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു സോഷ്യൽ വെൽഫെയർ സ്കീംസിനും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ അഡ്രസ്സ് ചെയ്ത് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഓണക്കാലത്ത് കിറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് സബ്സിഡി സാധനങ്ങളുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. 13 സബ്സിഡി സാധനങ്ങളിൽ അതിനകത്ത് വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന ഇനങ്ങൾക്ക് ഇത്തവണ വില കുറച്ചിട്ടുമുണ്ട്, വെളിച്ചെണ്ണ ഉൾപ്പെടെ. ഇപ്പോൾ മാക്സിമം വിപണിയിൽ ഓണക്കാല ഫെയറുകളും മാവേലി സ്റ്റോറുകളെയും സജീവമാക്കാനും ഒപ്പം തന്നെ റേഷൻ കടകളിലൂടെ സ്പെഷ്യലരി കൊടുക്കാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. ഓക്കെ മിനിസ്റ്റർ, മറ്റൊന്ന് ഈ ഓണക്കാലത്ത് ഇപ്പം സാധാരണ എല്ലാ ഓണക്കാലത്തും ഓണക്കാലം മാത്രമല്ല ഉത്സവ സീസൺ ഒക്കെ വരുമ്പോഴും ഒരു വിലക്കയറ്റം പതിവാണ് വിപണിയിൽ. ഇപ്പം നിലവിലും ഉപ്പ് മുതൽ കർപ്പൂരം വരെ വില ചെറിയ രീതിയിലെങ്കിലും കൂടിയിട്ടുണ്ട്. ഇപ്പം അരിവിലയിൽ തന്നെ 4 മുതൽ 7 രൂപ വരെയുടെ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഭക്ഷ്യവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ മിനിസ്റ്ററെ? ഈ ഉത്സവകാലമാകുമ്പോൾ ഇതൊരു സ്വാഭാവികമായി വരുന്നൊരു പ്രവണതയാണിത്, വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇത്തവണ മറ്റൊരു വിഷയം, ഈ ക്രോപ്പ് ലോസ് ഉണ്ടായിട്ടുണ്ട് പല സ്റ്റേറ്റുകളിലും. അത് മറ്റ് സ്റ്റേറ്റുകളിൽ, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഈ വേറെ സ്റ്റേറ്റ്സിലുണ്ടാവുന്ന കാർഷിക മേഖലയിലുണ്ടാകുന്ന പ്രതിസന്ധി ആദ്യം പ്രതിഫലിക്കുന്നത് നമ്മുടെ വിപണിയിലാണ്. അങ്ങനെയുള്ള ഇഷ്യൂ ഇത്തവണ ഉണ്ടായി എന്നുള്ളത് മറ്റൊന്നാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഉത്സവകാലമാകുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും, അതിൻ്റേതായ വർധനവും പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിനെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന നിലയിലാണ് ഈ ഓണവിപണിയെ വളരെ നേരത്തെ തന്നെ സപ്ലൈകോ ആരംഭം കുറിച്ചത്. ട്രേഡ് ഫെയറുകളൊക്കെ ഈ കഴിഞ്ഞ 8-ാം തീയതിയാണ് അതിൻ്റെ ആരംഭം കുറിച്ചത്, മെഗാ ട്രേഡ് ഫെയർസിൻ്റെ. അപ്പം തന്നെ ജില്ലാ ഫെയറുകളും വളരെ നേരത്തെ 2 ആഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ ആരംഭം കുറിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ വിപണിയിലുണ്ടാവുന്ന പ്രതിസന്ധികളിൽ നിന്ന്, വിലവ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരാനാണ് ഗവൺമെൻറ്റിൻ്റെ സപ്ലൈകോ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ വളരെ സജീവമായി രംഗത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെ ഞങ്ങൾ ഈ ഓപ്പൺ മാർക്കറ്റിലും അടുത്തുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെ കർശനമായ പരിശോധന നടത്തുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ള നടപടികളെടുക്കുന്നുണ്ട്. അതായത് ഈ പൂഴ്ത്തിവെപ്പോ അങ്ങനെയുള്ള സാഹചര്യം ഇതെല്ലാം പിടിച്ചു വെക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും ചില വ്യാപാരികളെങ്കിലും, ചുരുക്കം ചിലരെങ്കിലും. അങ്ങനെയുള്ളതെല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകൾ പരിശോധനയിലേക്ക് ഇപ്പോൾ രംഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മറ്റ് പ്രശ്നങ്ങൾ വരാതെ ഉപഭോക്താക്കളെ, ജനങ്ങളെ സംബന്ധിച്ച് അത് അനുഭവപ്പെടാതെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള ഒരു സാഹചര്യമാണ് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് മാത്രമല്ല, സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ള കൺസ്യൂമർ ഫെഡ്, കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഹോർട്ടികോപ്പ്, അവരെല്ലാം വളരെ സജീവമായി രംഗത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളും ഈ ഓണക്കാലത്ത് വിപണിയിലേക്ക് വളരെ സജീവമായി ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നും മറ്റ് ഓപ്പൺ മാർക്കറ്റിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്നുണ്ട്. മിനിസ്റ്റർ, ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മന്ത്രി നേരത്തെ പറഞ്ഞത് ഓഗസ്റ്റ് 25 വരെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴി വിതരണം കിട്ടും, അതായത് ഈ അരി വിതരണം നൽകുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴും പലയിടത്തും ഈ വിതരണം പൂർത്തിയായിട്ടില്ല. അത് ഈ കിറ്റുകൾ എത്താനുള്ള കാലതാമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയം നീട്ടി നൽകലിലേക്കൊക്കെ പോകുമോ കാര്യങ്ങൾ? ഈ കിറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തേക്ക് കിറ്റ് 90% ഇന്നലെ ഉച്ചയോടെ കൊടുത്തു തീർത്തിട്ടുണ്ട്.
ഇന്നത്തോടെ അത് പൂർണ്ണമായും പൂർത്തിയാവും. മിക്കവാറും ഇന്നലെ വൈകിട്ട് തന്നെ 100% കിറ്റ് റേഷൻ കടകളിൽ എത്തിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാവിലത്തെ കണക്കിന് കിട്ടുന്നതേ ഉള്ളൂ. ഇപ്പോൾ കിറ്റിനെ സംബന്ധിച്ച് കാലതാമസമോ മറ്റ് വിഷയങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് തെറ്റായൊരു പ്രചാരണം വന്നതാണ്. ഇപ്പോൾ കിറ്റ് വിതരണം പാളി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കാണാനിടയായി നേരത്തെ, ഇപ്പോഴല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ഓണം കഴിഞ്ഞു എന്ന്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടും കിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറയുന്നതിന് അർത്ഥമുണ്ട്. പക്ഷേ വളരെ നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, ഇന്നത്തെയോടെ കിറ്റുകൾ പൂർണ്ണമായും പൂർത്തിയാക്കിയെടുക്കാൻ കഴിയും. പിന്നെ വിതരണത്തെ സംബന്ധിച്ച് വിഷയമുണ്ടായിരുന്നത് പ്രധാനമായും കോഴിക്കോട് ജില്ലയിലാണ്. അത് FCI ഗോഡൗണിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള വിതരണത്തെ ബാധിച്ചത് വാഗൺ പ്ലേസ് ചെയ്യുന്നതിനുണ്ടായ കാലതാമസമാണ്. അത് പരിഹരിച്ചു. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ആ വിഷയം പരിഹരിച്ച് FCIയും അവിടുത്തെ കോഴിക്കോട് കളക്ടറും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ വിതരണം കൃത്യമായ നിലയിൽ എല്ലാ ഈ OMS സ്പെഷ്യൽ അരി റേഷൻ കടകളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കിറ്റ് അവൈൽ ചെയ്യാൻ ഈ മാസം അവസാനം വരെ സമയമുണ്ട്. പക്ഷേ കിറ്റ് ഇന്നത്തോടെ എല്ലാ റേഷൻ കടകളിലും എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക. അപ്പം ഏകദേശം 1,60,000-ഓളം പേര് കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലത്തെ രാവിലത്തെ കണക്ക്. ഓക്കെ മിനിസ്റ്റർ, ഇപ്പം ഈ പൊതുവിപണിയിലെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് വലിയ ആശ്വാസം സപ്ലൈകോ ആണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ സപ്ലൈകോയിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് നമുക്കിപ്പം നിലവിലെ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ പ്രതിസന്ധി കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിക്കൽ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും സപ്ലൈകോയെ കൈപിടിച്ചുയർത്താൻ സർക്കാർ എന്തെങ്കിലും പദ്ധതികൾ ആലോചിക്കുന്നുണ്ടോ മിനിസ്റ്ററെ? ഞാൻ ആദ്യമേ പറഞ്ഞു, സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ ഈ സമയത്തും നിലവിലുണ്ട് സപ്ലൈകോയെ. പക്ഷേ അത് പൊതുവിതരണത്തെ ബാധിക്കാത്ത നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത്. ഈ ഓണക്കാലത്തേക്കായിട്ട് 253 കോടി രൂപയാണ് അനുവദിച്ചു കൊടുത്തത്. വളരെ വേഗതയിൽ തന്നെ ആ തുക ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടായ മുഖ്യമന്ത്രി വലിയ താല്പര്യമെടുത്ത് അതിനുള്ള തുക ലഭ്യമാക്കാൻ കഴിഞ്ഞു. അപ്പം ഓണക്കാലത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കാവുന്ന നല്ല സപ്പോർട്ട് സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് തുടർന്നും കൊടുക്കും. പിന്നെ ഈ പറയുന്നതിൻ്റെ അകത്ത് സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റേതായ നിലയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഓണം കഴിയുമ്പോൾ അതിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. വിവിധ നിലയിലുള്ള ആശയങ്ങളുണ്ട്. ഒരുപാട് പ്രപ്പോസൽസ് ഗവൺമെൻറ്റിലേക്ക് സപ്ലൈകോ നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ച് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല നിലയിൽ സപ്ലൈകോയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ കഴിയുന്ന, ഇപ്പോൾ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ വിൽപ്പനയിലൂടെ പോകുമ്പോൾ അതല്ലാതെ വിൽപ്പന ധാരാളം ഐറ്റംസ് ഉണ്ട്. FMCG പ്രൊഡക്ട്സ് ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളുണ്ട്. പരസ്യ വരുമാനം സപ്ലൈകോയ്ക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള അനവധി സാധ്യതകളുണ്ട്. അതുവഴി കൂടുതൽ വരുമാനം സപ്ലൈകോയ്ക്ക് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ അധികമായി ലഭിക്കുന്ന വരുമാനം വീണ്ടും സബ്സിഡിയായി ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചോദിച്ച ചോദ്യം, സപ്ലൈകോയ്ക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് ഓണം കഴിയുമ്പോൾ അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഇപ്പം മിനിസ്റ്റർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ റേഷൻ കടകൾ വഴി നീല വെള്ള കാർഡുകാർക്ക് 10 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ അത് 26 രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയും വലിയൊരു വില കൂട്ടലിനുള്ള കാരണം എന്തായിരുന്നു മിനിസ്റ്റർ? അത് തെറ്റായ വ്യാഖ്യാനമാണ്. ഈ നേരത്തെ ഈ 10.90 അരി എന്ന് പറയുന്നത് നമ്മുടെ ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്ന് ലഭ്യമാവുന്ന, നീക്കിയിരിപ്പിൽ നിന്ന് ലഭ്യമാവുന്ന അരിയാണ്. ഈ ഓണക്കാലത്തും വിഷു അടക്കം റംദാന്, ക്രിസ്മസ് സമയങ്ങളിലൊക്കെ സ്പെഷ്യൽ അരിയായി 10.90 കൊടുത്തുകൊണ്ടിരുന്നത്. 2026 ജനുവരി മുതൽ നമുക്ക് 33,000 ശിഷ്ടമാണ് നമുക്ക് ലഭിക്കുന്ന ടൈഡ് ഓവർ വിഹിതം. ഈ ടൈഡ് ഓവർ വിഹിതം NFSA നിയമം രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി നമുക്ക് പ്രത്യേക അലോട്ട്മെൻ്റ് ആയിട്ടാണ് ഈ ക്വാണ്ടിറ്റി നോർമൽ വിഹിതത്തിന് പുറമെ ഈ ടൈഡ് ഓവർ വിഹിതം അന്ന് 2014-15 കാലയളവിൽ ലഭ്യമാക്കിയത്. അത് അന്ന് മുതൽ ഈ അരി നമുക്ക് ലഭ്യമാണ്. 2026 ജനുവരിയിൽ ഈ 33,000-ൽ ഏതാണ്ട് 6,500-നടുത്ത് മെട്രിക് ടൺ ഗോതമ്പായി പരിവർത്തനപ്പെടുത്തി. കഴിഞ്ഞ ഗവൺമെൻറ് ഗോതമ്പ് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തത് നമുക്ക് ലഭിക്കുന്ന ടൈഡ് ഓവർ വിഹിതത്തിൽ 33,000 എന്ന ക്വാണ്ടിറ്റി നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ അകത്ത് 6,500 ഗോതമ്പായി പരിവർത്തനപ്പെടുത്തി. അപ്പോൾ ആ ഒരു കുറവ്, അരിയിലെ കുറവ് നമുക്ക് വന്നു.
അതാണ് ഇപ്പോൾ ഈ പറയുന്ന 10-90 അരി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇപ്പം നമുക്ക് ലഭ്യമായിരിക്കുന്ന ക്വാണ്ടിറ്റി വെച്ച് നീലക്കാർഡുകാർക്ക് 10-90 അരി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അടുത്ത ഓപ്ഷൻ ഗവൺമെൻറ് മുമ്പിലുള്ളത് മറ്റൊരു അരി അവൈൽ ആക്കാമെന്നുള്ളതാണ്. അവിടെയാണ് OMS സ്കീമിൽ പെടുത്തി അരി ലഭ്യമാക്കുക. അതിൻ്റെ വില 26 രൂപയാണ്. അതാണ് അപ്പം 10-90 അരിക്ക് വില കൂട്ടിയെന്നുള്ളതല്ല, രണ്ട് സ്കീമാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന OMS സ്കീമാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ടൈഡോർ വിധത്തിൽ നിന്ന് നീക്കിയിരിപ്പ് ലഭിക്കുന്നില്ല. അപ്പോൾ 10-90 കൊടുക്കാൻ കഴിയുന്നില്ല. 10-90 കൊടുക്കാൻ കഴിയുന്ന നീല കാർഡുകാർക്ക് ഒരു ക്വാണ്ടിറ്റിയാണ്, അത് അവർക്ക് കൊടുത്തു. പിന്നീട് ബാക്കിയുള്ള കാർഡുകാർക്ക് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വന്നപ്പോൾ OMS നിരക്കുള്ള അരി ഞങ്ങൾ അവൈലാക്കി. അത് 26-27 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പ്രയോറിറ്റി കാർഡ്, നീല, വെള്ള ഉൾപ്പെടെ ബ്രൗൺ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ എല്ലാ കാർഡുകളിലേക്കും ഈ 26 രൂപയുടെ OMS അരി കൊടുക്കുന്നുണ്ട്. അത് സപ്ലൈകോയിലും കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ല രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് അരിയുടെ പൊതുവിപണിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത് തന്നെ ഈ അരി ഇപ്പോൾ അവൈൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഈ അരി നല്ല രീതിയിൽ മൂവിങ് ആണ്. ഞാൻ പല സ്ഥലങ്ങളിലും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് നിരന്തരമായി. ഔദ്യോഗികമായി കിട്ടുന്ന അറിയിപ്പ് മാത്രമല്ല, ഞാൻ എൻ്റേതായ നിലയിൽ വ്യക്തിപരമായി ഞാൻ ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മൂവിങ് ആണ്. അപ്പം ഈ 10-90 അരി 26 ആക്കി എന്ന് പറയുന്ന അർത്ഥമില്ല. 10-90 അരി അവൈൽ അല്ലായിരുന്നു, അതുകൊണ്ട് അടുത്ത ഓപ്ഷൻ ഗവൺമെൻറ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ നല്ല വിലക്കുറവിലാണ് 26 രൂപയുടെ അരി നമുക്ക് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നത്. ക്ലിയർ ആണ് മിനിസ്റ്റർ. കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിപ്പോൾ പൂർണ്ണമായിട്ടും അത് മാറിയിട്ടുമുണ്ട്. മിനിസ്റ്റർ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കണം. ഇപ്പം ഈ ഓണക്കാലത്ത് പോലും സംഭരിച്ച നെല്ലിൻ്റെ പണമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ പാലക്കാട് സപ്ലൈ ഓഫീസിന് മുന്നിൽ ഉപരോധിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. ഇനിയുള്ള കാലത്തെങ്കിലും സംഭരിച്ച നെല്ലിൻ്റെ വില കർഷകർക്ക് അടിയന്തരമായി നൽകാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഞങ്ങളുടെ ഗവൺമെൻറ് ചുമതലയേൽക്കുമ്പോൾ 715 കോടി രൂപയാണ് കർഷകർക്കുണ്ടായിരുന്ന ഡ്യൂസ്. അത് പൂർണ്ണമായും കൊടുത്തു തീർത്തു. ഒപ്പം തന്നെ പിന്നീട് സംഭരിക്കുന്ന നെല്ലിൻ്റെ വിലയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഏകദേശം 200 കോടി രൂപ ഇന്നലെ നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വിതരണത്തിന് തടസ്സമില്ല. പൈസയുടെ വിതരണത്തിന് തടസ്സമില്ല. പൈസയുടെ വിതരണം അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇനി ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഭാവിയിൽ ഇത് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് സജീവ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. സംഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കർഷകൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില കർഷകൻ്റെ അക്കൗണ്ടിൽ എത്തണം. അത് നിർബന്ധമായിട്ട് അവരുടെ അവകാശവുമാണ്. അത് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, PRS വായ്പ പോലുള്ള സ്കീംസ് വഴിയാണ് ഇത് ലഭ്യമാവുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് നയപരമായൊരു തീരുമാനം അക്കാര്യത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് എടുക്കുക, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഗവൺമെൻറ് തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ മിനിസ്റ്റർ, വ്യക്തമാണ്. ഇപ്പം ചോദിക്കേണ്ട ചോദ്യങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇനിയൊരു വിശേഷം കൂടി അറിയണം. കാരണം ഓണക്കാലമാണ്. അപ്പം മന്ത്രിയുടെ ഓണം ഇത്തവണ എങ്ങനെയായിരിക്കും? ഇവിടെ നാട്ടിലായിരിക്കോ അതോ തലസ്ഥാനത്തായിരിക്കോ ഓണം? ഓണം എല്ലാ പ്രാവശ്യവും ഉള്ള പോലെ നാട്ടിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഓണപരിപാടികൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അതിലേക്ക് തന്നെ ആയിരിക്കും കൂടുതലും. ഓണപരിപാടികൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഈ ഓണപരിപാടികൾ ഓൾറെഡി ആരംഭിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഓണ പ്രോഗ്രാംസിൽ പങ്കെടുത്തു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഈ നാളെയും മറ്റന്നാളും ഒക്കെ ധാരാളം പരിപാടികൾ ഓണത്തിൻ്റെ ഉണ്ട്. ക്ഷണിക്കുന്ന എല്ലാ സ്ഥലത്തും പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഓണം ആ രീതിയിലായിരിക്കും. ഓക്കെ മിനിസ്റ്റർ, അപ്പം താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കും. ഒപ്പം ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു.